മാനുഷിക ശബ്ദങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം തന്നില്ലെന്നിരിക്കാം, മാനുഷികമായ ചിലത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവ ശബ്ദം നിങ്ങളെ മാറ്റിമറിക്കുന്ന ശബ്ദമാണ്. ദൈവ ശബ്ദം നിങ്ങളെ വേർതിരിക്കുന്ന ശബ്ദമാണ്. ദൈവ ശബ്ദം വ്യത്യസ്തമായ ശബ്ദമാണ്. ദൈവ ശബ്ദം വ്യക്തിപരമായ ശബ്ദമാണ്. ഇന്ന് അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുതുക്കുന്ന ഒരു അനുഭവമാക്കി ഇന്നലെ വരെ കേൾക്കാത്തത് കേൾക്കുവാൻ ദൈവ ശബ്ദം വ്യത്യസ്തമായി നിങ്ങളുടെ ചെവിയിൽ വന്നടിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ദൈവിക സ്പർശനം അവന്റെ മേൽ വെളിപ്പെട്ടു വന്നപ്പോ ദൈവം അവനോട് ഇടപെട്ട ശബ്ദം യഹോവ തുറന്നു വരിക. ഇന്ന് തുറന്നു വരിക എന്ന് യഹോവ എന്ന് വ്യത്യസ്തമായ ശബ്ദം അവന്റെ കാതിൽ വന്ന് അടിഞ്ഞു വീണപ്പോ ഇന്നലെ വരെ ചലിക്കാത്ത നാവ് ചലിച്ചു തുടങ്ങി. അവൻ കേൾക്കാത്ത ചെവികൾ തുറക്കപ്പെട്ടു. അതെ, ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ നന്മകൾ കാണാൻ കഴിയാതെ, കേൾക്കാൻ കഴിയാതെ, അടക്കപ്പെട്ട മേഖല പോലെ നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ മന്ദമായിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവിക സ്പർശനത്താൽ ചില നല്ല വാർത്തകൾ, നല്ല റിസൾട്ട് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ നല്ലത് പറയാൻ കഴിയാതെ, മറുപടി വ്യക്തമായി പറയാൻ കഴിയാത്ത വിധത്തിൽ എവിടെയൊക്കെ നിങ്ങൾ ഭാരപ്പെട്ടിട്ട് ദൈവാത്മാവ് പറയുന്നു, നല്ലത് കേൾപ്പാൻ, നല്ലത് പറയാൻ, വ്യക്തമായി സംസാരിപ്പാൻ, വ്യത്യസ്തമായി സംസാരിപ്പാൻ ദൈവാത്മാവിന്റെ സഹായം നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇവനെ വേർത്ത് കൊണ്ടുപോയെന്നറിയാമോ? മറ്റാരും കേൾക്കാത്തൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഇത് കേട്ടത് പുരുഷാരമല്ല, ഇത് കേട്ടത് ശിഷ്യന്മാരല്ല. അവൻ ആരാണോ ദൈവത്തോട് ചേർന്ന് നിന്നത്, ആരെയാണോ കർത്താവ് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയത്, ആ വ്യക്തി കേട്ട ശബ്ദം യഹോവ തുറന്നു വരിക. അവൻ നമ്മൾ വ്യത്യസ്തമായ ശബ്ദം കേൾക്കുകയാണ്. കർത്താവേ, എന്റെ മേൽ തുറക്കപ്പെടുന്ന ഒരു ശബ്ദം കേട്ടു വരണമേ. എന്റെ മേൽ തുറക്കപ്പെടുന്ന ഒരു മേഖല വെളിപ്പെട്ട് വരണമേ. ഇന്നലെ വരെ എനിക്ക് കേൾക്കാൻ കഴിയാത്ത ചില നല്ല വാർത്തകളുണ്ട്. ഞാൻ കാത്തിരുന്നു ആ വാർത്ത കേൾക്കാൻ, ഞാൻ കാത്തിരുന്നു അതിനെ കേൾക്കാൻ. പക്ഷേ എവിടെയൊക്കെയോ